തന്ത്രമാണ്. ശ്രീ വി ആർ അനൂപ്, ഈ പി വി അൻവറിനെ UDF വിശ്വസിക്കണോ വേണ്ടയോ? UDF നേതാക്കൾക്ക് ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പല നേതാക്കളും പല രീതിയിലുള്ള ചിന്തകളാണ് പുലർത്തുന്നത് എന്നായിരിക്കുമല്ലോ. അങ്ങനെയാണ്, കാരണം ഇതൊരു ഏക അഭിപ്രായം UDF-നോ കോൺഗ്രസിനോ ഒന്നും കിട്ടുന്നില്ല പി വി അൻവറിനെ എടുക്കണോ വേണ്ടയോ എന്ന്. അത് മാത്രമല്ല, നിലമ്പൂരിൽ ഇനി മത്സരിക്കുന്നില്ല എന്ന് പി വി അൻവർ പറയുന്നുണ്ട്. അതായത് ബൈ ഇലക്ഷൻ വരുമ്പോൾ പി വി അൻവർ ആയിരിക്കില്ല മത്സരിക്കുന്നത്. പക്ഷേ അവിടെ അദ്ദേഹം UDF-ന് പിന്തുണ നൽകുമ്പോഴും UDF-ന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിൽ അൻവർ ഒരു പേര് നിർദ്ദേശിക്കുകയാണ്. VS ജോയി ആയിരിക്കണം, കാരണം നേരത്തെ തനിക്കെതിരെ മത്സരിച്ച ആര്യാടൻ ഷൗക്കത്ത് ആയിരിക്കരുത് എന്ന്. അങ്ങനെയൊക്കെ ഒരു ഉപാധി വയ്ക്കുവാനായിട്ട് അൻവറിന് എന്ത് അവകാശമാണുള്ളത്? സതീഷ് അത് കൃത്യമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. അൻവറിനെ നിങ്ങൾ വിശ്വാസത്തിൽ എടുക്കണോ വേണ്ടയോ? ഇനി വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. പക്ഷെ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെതാണ്. പി വി അൻവറിന്റെ രാജി തന്നെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിജയമാണ്. ആരായിരുന്നു അൻവർ? അൻവർ ഇടതുപക്ഷ സ്വതന്ത്രൻ എന്നതിലുപരിയായി CPIM പാർലമെന്ററി പാർട്ടിയുടെ MLA ആയിരുന്നു. അദ്ദേഹം കേവലം ഒരു CPIM MLA എന്നതിൽ കൂടുതലായി പിണറായി വിജയന്റെ ഫാൻ ബോയ് ആണ്. പിണറായി വിജയനെ വ്യക്തിപരമായി സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോയിരുന്ന ഒരാൾ. CPM നേതാക്കളെക്കാൾ, CPM അനുഭാവികളെക്കാൾ രൂക്ഷമായ ഭാഷയിൽ പിണറായിക്ക് നേരെയുള്ള ആക്രമണങ്ങളെ തടുക്കുകയും പിണറായിയെ ആരൊക്കെ വിമർശിച്ചോ അവരെ അങ്ങേയറ്റം വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുകയും ചെയ്ത ഒരാളുടെ പേരാണ് അൻവർ എന്ന് പറയുന്നത്. പക്ഷെ ആ അൻവറെ സംബന്ധിച്ച് ഇന്ന് എന്താണ് അദ്ദേഹം ഇതുവരെയുള്ള ഒരു ഗെയിം നോക്കുമ്പോൾ അവസാനം സംഭവിച്ചിരിക്കുന്ന എന്താ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളി പറഞ്ഞു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ കേരള നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം അൻവർ ഡിസോൺ ചെയ്തിരിക്കുകയാണ്. അൻവർ പറഞ്ഞത് അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞാണെന്നാണ്. കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉന്നയിച്ച ഒരു ആരോപണം ഒരു MLA തന്നെ അത് സ്വന്തം താല്പര്യപ്രകാരമല്ല, മറിച്ച് മുഖ്യമന്ത്രി നിർബന്ധിച്ച് പറഞ്ഞതാണെന്ന അവസ്ഥയിൽ എത്തുമ്പോൾ അത് UDF-ന്റെ രാഷ്ട്രീയ വിജയമല്ലേ? അൻവർ പറഞ്ഞ കാര്യം അൻവർ അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പറഞ്ഞ കാര്യം അതേപടി അവതരിപ്പിക്കുകയായിരുന്നു. അത് അൻവറിന്റെ ബൈറ്റ് കൂടി ഒന്ന് കേൾക്കാം, അത് എന്നിട്ട് വരാം. എന്താണ് അൻവർ അതേക്കുറിച്ച് പറഞ്ഞത് എന്ന്. VD സതീശിനെതിരെ താൻ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം അത് P ശശിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് അൻവർ പറഞ്ഞിരുന്നു. ആ ഒരു പ്രതികരണം കേൾക്കാം. എന്നെ പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു. അവരെഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം ഞാനൊരു വാക്ക് ചോദിച്ചു, ശശിയേട്ടാ ഇതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ് MLA, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അത് കഴിയുകയും അത് വിജിലൻസിൽ എന്റെ പ്രസംഗം എന്താ പറയാ ഒഫീഷ്യലായിട്ട് വിവരാവകാശ പ്രകാരം ഒരു വ്യക്തി ശേഖരിക്കുകയും അത് ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ പരാതി നൽകുകയും ചെയ്യാണ്. കോടതി അന്വേഷിക്കാൻ പറയുകയും പ്രൈമ ഫേസി അന്വേഷണം നടത്താൻ പറയുകയും ആ അന്വേഷണം നടത്തി ഇതിൽ വസ്തുത ഇല്ല എന്ന് പറഞ്ഞ് മടക്കി കൊടുത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷെ അന്ന് എനിക്ക് വലിയ വികാരം ഉണ്ടായിരുന്നു. ഞാൻ പല ഘട്ടത്തിൽ അത് പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ശശി അന്ന് മുതലേ തുടങ്ങിക്കണേ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണം എന്ന അദ്ദേഹത്തിന്റെ ആ പ്ലാനിങ്, അതിന് ആ ഘട്ടത്തിൽ ആരൊക്കെ അതിന്റെ പിന്നിലുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിന്റെ മുമ്പിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ എന്നെ ഏറ്റവും വലിയൊരു ശത്രുവാക്കാനുള്ള ഒരു ഗൂഢമായ ആലോചന അതിന്റെ പിന്നിൽ അന്ന് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്, ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കുമുണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എന്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.
വി ഡി സതീശന്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ശ്രീ വി ആർ അനൂപ്, പി വി അൻവർ, അതായത് ഒരു മെറിറ്റ് ഇല്ലാത്ത ഒരു ആരോപണമായിരുന്നു. പി ശശിയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ അതേപടി അങ്ങ് അവതരിപ്പിക്കുകയായിരുന്നു നിയമസഭയിൽ എന്ന്. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ, സർക്കാരിനെതിരെ ഉന്നയിച്ച കാര്യങ്ങൾ, ആഭ്യന്തര വകുപ്പിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെയും മെറിറ്റ് പരിശോധിക്കേണ്ടി വരില്ലേ? ഇത് തെറ്റാണെങ്കിൽ അവിടെയും തെറ്റ് സംഭവിക്കാമല്ലോ. മഞ്ജുഷ അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണം അൻവർ അത് നിരുപാധികം വിഴുങ്ങിയിരിക്കുകയാണ്. അൻവർ പറഞ്ഞത് അത്തരമൊരു ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞിട്ടാണ്. അതൊരു കാര്യം. രണ്ടാമത്തേത്, അൻവർ ഉന്നയിച്ച ഇവിടുത്തെ ഭരണ നേതൃത്വത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, CPM-ന്റെ പാർട്ടിക്കെതിരെ, അതിന്റെ RSS സ്വാധീനത്തിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും അൻവർ പുതുതായി അന്തരീക്ഷത്തിൽ നിന്ന് ഉന്നയിച്ച ആരോപണങ്ങളല്ല. എത്രയോ കാലമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളാ. ഈ RSS സ്വാധീനം എന്ന് പറയുന്നത് ഇവിടുത്തെ DGP-മാരുടെ നിയമനത്തിൽ, പല കേസുകൾ എടുക്കാത്ത കാര്യത്തിൽ, സംഘപരിവാർ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ പുലർത്തുന്ന മൗനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നതാ. അന്നൊക്കെ അതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിരോധിച്ചിരുന്ന ഒരാളാണ് അൻവർ. ഒരു സംശയമില്ല, അൻവർ പ്രതിരോധിച്ചു. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിൽ മറ്റൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM-ലെ കൊട്ടാര വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും എതിരെ ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. ആ നേതാക്കളെ പിന്നീട് കാണാനില്ല, ആ നേതാക്കളെ ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതായത് മുഖ്യമന്ത്രി അതിശക്തമായിട്ട് പ്രതിരോധിക്കുകയായിരുന്നല്ലോ. തിരിച്ച് അൻവറിനെ സ്വർണ്ണക്കടത്തുകാരുടെ ആളെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, കൂടെ ഈ അദൃശ്യരായി ഉണ്ടായിരുന്ന ആളുകൾ, പൊതുസമക്ഷത്ത് വരാതെ നിന്നിരുന്ന ആളുകൾ അൻവറിനെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. അതാണ് അൻവർ പറയുന്നത്. താങ്കൾ പറഞ്ഞു ശരിയാണത്, പ്രതിപക്ഷവും ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് അൻവറിന് കൂടുതലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം ആ ഭരണത്തിൽ മുഖ്യമന്ത്രിയുടെ വലങ്കൈയായിട്ട് പോലും എന്ന് പറയാവുന്നതാണ് പി വി അൻവറിന്റെ പ്രവർത്തനം. ഏത് കാര്യത്തിനും അൻവറിനെ മുഖ്യമന്ത്രി അനുകൂലിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ശരിയാണ്, അത് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കൊട്ടാര വിപ്ലവത്തിന് കുട പിടിച്ചു കൊടുത്ത ആളെ UDF എടുക്കുന്നത് എന്ത് വിശ്വസിച്ചാണ്? ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണല്ലോ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ. ആര്യാടൻ ഷൗക്കത്ത് നിങ്ങൾ കോൺഗ്രസിലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ എത്രമാത്രം പരിഹസിച്ചു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ. ഞങ്ങളെ സംബന്ധിച്ച് അൻവർ ആരാ? അദ്ദേഹം ഞങ്ങളുടെ കക്ഷിയുടെ ഭാഗമല്ല, ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾ ഇത്രയേ ഇതിനെ കാണുന്നുള്ളൂ. ഇന്നലെകളിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അടക്കം വ്യക്തിപരമായി പോലും കടന്നാക്രമിച്ച ഒരു വ്യക്തി, അദ്ദേഹം പൊതുജന സമക്ഷത്തിൽ മാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞതാണ്. ഒന്ന്. രണ്ടാമതായി, അൻവർ കുറച്ചു കാലമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് അൻവർ അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിച്ചതല്ല, മറിച്ച് വളരെ തുടക്കം മുതൽ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഭരണകക്ഷിയുടെ ഭാഗമായിരുന്ന ഒരു MLA ഏറ്റുപിടിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് നിലയ്ക്ക് നോക്കിയാലും ഇത് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കൂടി വ്യക്തിപരമായ വിജയമാണ്. അല്ല, വിജയം പൂർണ്ണമാവുക. കാരണം അതിൽ പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ, അൻവറിനെ എടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും UDF-നും ക്ഷീണമാകും. ഞാൻ കൃഷ്ണദാസ് കൂടിയുണ്ട്. ശ്രീ കൃഷ്ണദാസ്, BJP ഇതിനകത്തൊരു ഭാഗമല്ല. പക്ഷെ ഒരു കാര്യം ഇന്ന് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, അൻവർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. UDF-നെ പിന്തുണയ്ക്കുമെന്ന് അൻവർ പറഞ്ഞിരിക്കുന്നു. അൻവർ ഈ പറയുന്ന സമയം വരെയും കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗമല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനെ നിഷേധിക്കേണ്ട കാര്യം ശരിയാണ്. അൻവറിന്റെ ലക്ഷ്യം ഇതാണ് കേട്ടോ, UDF-ലേക്ക് വരിക എന്നുള്ളതാണ് അൻവറിന്റെ ലക്ഷ്യം. അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നാലും അൻവറിന് താല്പര്യം UDF-ലെ പ്രവേശനമാണ്. അത് സാധ്യമാകാതെ വന്നതുകൊണ്ടാണല്ലോ തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു ഓപ്ഷൻ അദ്ദേഹം തിരഞ്ഞെടുത്തത്.